പ്രിയപ്പെട്ടവരെ, 2019 ഫെബ്രുവരിയിലാണ് ഞാൻ പ്രാവുകളുടെ ഭൂപടം എന്ന ചെറുകഥ എഴുതുന്നത്. ദേശാഭിമാനി വാരികയിലാണ് പ്രസിദ്ധീകരിച്ചത്. ഇപ്പോൾ ആ കഥയടക്കം 13 കഥകൾ DC ബുക്സ് ചെറുകഥാ സമാഹാരമായി പുറത്തിറക്കിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഒരു അനുഭവം, കഥയുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കണം എന്ന് തോന്നുന്നു, എന്ന് ആഗ്രഹിക്കുന്നു. ഈ 2019 ഫെബ്രുവരിയിൽ എഴുതി കഴിഞ്ഞ് ഒരു വർഷവും 4 മാസവും കഴിഞ്ഞതിന് ശേഷം മനോരമ പത്രത്തിൽ 2020 മെയ് 30 പത്രത്തിൽ ഒരു വാർത്ത, പാക് ചാരൻ എന്ന് സംശയിച്ചു ജമ്മു കാശ്മീരിലെ അതിർത്തി പ്രദേശമായ കത്വയിൽ നിന്ന് BSF കസ്റ്റഡിയിലെടുത്ത പ്രാവിനെ അതിന്റെ ഉടമ പാകിസ്ഥാൻ ഗ്രാമീണനായ ഹബീബുള്ളയുടെ അഭ്യർത്ഥന പ്രകാരം വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയായിരുന്നു അത്. ഈ പ്രാവുകളുടെ ഭൂപടത്തിൽ ഇതേപോലെ പ്രാവുകൾ അതിർത്തി ലംഘിച്ച് പറക്കുന്നതും പ്രാവുകൾക്ക് അതിർത്തികൾ അഭ്യസിപ്പിക്കേണ്ടതിനെ കുറിച്ചൊക്കെയുള്ള കുറെ സംഗതികളാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ മറ്റൊരു രാഷ്ട്രീയം കൂടി അതിൽ കടന്നു വരുന്നുണ്ട്. അതിർത്തികളുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സംഗതി അതിൽ കടന്നു വരുന്നുണ്ട്. പലതും പല സംഭവങ്ങളിൽ നിന്നും, ഈ കഥയിൽ തന്നെയുള്ള പല കഥകളും കുറെ സംഭവങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവുന്നതായിരിക്കാം. പക്ഷേ നമ്മൾ കഥ എഴുതി കഴിഞ്ഞ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ് 1.5 വർഷത്തിന് ശേഷം ആ കഥയിലെ ഒരു സംഗതി, കഥയിൽ നമ്മൾ എഴുതിയ ഒരു സംഗതി യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതായിട്ട് നമ്മൾ പത്രത്തിൽ അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൗതുകം, ആ കൗതുകത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രം.